മഞ്ചാബിയുടെ കുളിപ്പുര എവിടെ എന്ന് ചോദിച്ച് ഒരു സുന്ദരിയായ പെണ്ണ് കടന്നു വന്നപ്പോ ഇത് തന്നെ മഞ്ചാബിയുടെ കുളിപ്പുര എന്ന് സ്വന്തം വീടിന്റെ വാതിൽ തുറന്നു കൊടുത്ത് ആ പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിക്കവേ അവൾ ഓടി രക്ഷപ്പെടുകയും അങ്ങനെ ഭ്രാന്ത് പിടിച്ച് ആ പെണ്ണിനെ കാണാൻ കൊതിയൂറി നടന്ന് മരണം വരെ എവിടെയാണ് ആ പെണ്ണെന്ന് ചോദിച്ചു നടന്ന ഈ മനുഷ്യനെ അന്നൊരിക്കൽ ആ പെണ്ണ് തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ വെച്ച് കണ്ടപ്പോ ആ പെണ്ണ് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഹല്ലാ ജഅൽത ലഹാ ലമ്മാ ഖലൗത ബിഹാ ഹർസം മിനൽ ബാബി ഔ ഖുഫ്ലൻ മിനദ്ദാരി. ഇതാണ് മഞ്ചാബിയുടെ കുളിപ്പുര എന്ന് പറഞ്ഞ് വീടിന്റെ ഉള്ളിലേക്ക് കടത്തി കൊണ്ടുവന്നപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യഭിചാരം ഒന്ന് ആവേശത്തിൽ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ മദ്യം കൊണ്ടുവാ എന്ന് പറഞ്ഞ് മദ്യം കൊണ്ടുവരാൻ അയാളെ പറഞ്ഞയച്ച മാത്രയിൽ തടി രക്ഷപ്പെടുത്തിയ ആ പെണ്ണ് ഇങ്ങനെ പാടിക്കൊടുക്കുകയാണ്, എന്തടോ എന്ത് മണ്ടത്തരം ചെയ്തു, ഞാൻ ആ വീടിന്റെ ഉള്ളിൽ ഒറ്റക്കായിരുന്നപ്പോ ഒരു കാവൽക്കാരനെ വീടിനൊരു പൂട്ടോ ചെയ്യാതെ നീ ഒറ്റക്ക് ഓടിയില്ലേ, ഞാൻ അന്ന് രക്ഷപ്പെട്ടതാണ് എന്ന് ഈ പെണ്ണിങ്ങനെ പറഞ്ഞ മറുപടി കൂടി ആയപ്പോ ആകെ ഭ്രാന്ത് പിടിച്ച് ജീവിതകാലം മുഴുവനും ഈ പ്രേമകാവ്യം പാടി നടന്ന ആളാണ്. മരിക്കുന്ന സമയത്ത് തന്റെ നാട്ടുകാരും ഗുണകാംക്ഷികളും മുഴുവൻ പറഞ്ഞു വന്ന് വയസ്സാൻ കാലത്ത് മരിക്കാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഒന്ന് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമ ചൊല്ലി മരിക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. ആ മനുഷ്യൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? യാ റബ്ബ ഖായിലത്തിൻ യൗമൻ വഖത് തഇബത് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മഞ്ചാബി. മഞ്ചാബിയുടെ കുളിപ്പുര എവിടെ എന്ന് ചോദിച്ച് ക്ഷീണിച്ച് തളർന്നു വന്ന ആ സുന്ദരി പെണ്ണെവിടെ? ഈ പാട്ടുപാടി ജീവിതകാലം പാട്ടുപാടിക്കൊണ്ട് നടക്കുന്നവർ ഓർത്തു നോക്കണം, സിനിമാ പാട്ടുകളോ അല്ലാത്ത പാട്ടുകളോ അല്ലാഹുവിലേക്ക് വഴി നടത്താത്ത ഏത് കാര്യങ്ങളും ചെവിയിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവർ, പാട്ടുകൾ സ്ഥിരം മൂളിപ്പാട്ടുകളായി സിനിമാ പാട്ട് പാടി നടക്കുന്ന ചെറുപ്പക്കാരി കുട്ടികളെ, പ്രായമുള്ളവരെ അല്ലാത്തവരെ മരിക്കുന്ന നേരത്ത് കലിമ ചൊല്ലാൻ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലേണ്ടതിന് പകരം സ്ഥിരമായി പാടി നടക്കുന്ന പാട്ടുകൾ നാവിൽ വരും. ഈ മഞ്ചാബിക്കാരന് പറ്റിയ പോലെ കലിമ ചൊല്ലാൻ സാധിക്കാതെ മഞ്ചാബിയുടെ കുളിപ്പുര ചോദിച്ചു വന്നവളെ എന്ന് ചോദിച്ച് ലോകത്തോട് വിട പറഞ്ഞ ഒരു ദൗർഭാഗ്യവാനുണ്ട്. ഇസ്ലാമിക ചരിത്രം കണ്ടുപോയ സംഭവമാണത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ശീലിക്കാത്തവർക്ക് ഇത് പറയാൻ കഴിയില്ല. ജീവിതകാലത്ത് നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തെളിയിച്ചവർക്ക് മരണനേരത്ത് കലിമ ചൊല്ലാൻ എളുപ്പമാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അത്തഹിയാത്തിലല്ലാതെ ഒരിക്കലും ചൊല്ലിയിട്ടില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയല്ലാതെ ഒരു ദിക്റിന്റെ മജ്ലിസിൽ പോയി ഇരുന്നിട്ടില്ല. ദിക്റുകൾ കൂട്ടമായ ഒറ്റക്കോ ചൊല്ലാറില്ല. ഇങ്ങനത്തെ ആളുകൾക്ക് മരണമാസന്നമാകുമ്പോൾ അത് പറയാൻ പ്രയാസം വരും. നാവിലൂടെ കൊണ്ട് പരിചയിച്ചിരുന്ന മറ്റു വാക്കുകളോ പാട്ടുകളോ കവിതകളോ ഉണ്ടെങ്കിൽ മൂളിപ്പാട്ടുകളായി നാവിലൂടെ പാടി നടക്കുന്നത് മരണനേരത്തെ നമ്മുടെ നാവിലൂടെ വന്നു കഴിഞ്ഞാൽ അത് സൂഉൽ ഖാത്തിമ, അത് മോശപ്പെട്ട അന്ത്യമായിരിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.